ഒരു മിനിറ്റ് പോകരുത്. ബൈബിളിലെ നാണയങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റി അറിയോ? നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് കേൾക്കാം. BC 6-ാം നൂറ്റാണ്ടിലാണ് ബാബിലോൺകാരും ഏതൻസുകാരുമാണ് നാണയങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുക. 378 BC-യിലാണ് ഇസ്രായേലിലെ നാണയങ്ങൾ ഉപയോഗിച്ചു വരിക. ഈശോയുടെ കാലത്ത് നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് സ്വർണം, വെള്ളി, ചെമ്പ് എന്നിങ്ങനെ 3 തരത്തിലുള്ള നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് സുവിശേഷം കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ തിരുവചനം പറഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ നിങ്ങൾ കരുതി വെക്കരുത് എന്ന്. പുരാതന കാലത്ത് ഈ നാണയങ്ങൾ ഉണ്ടാക്കിയിരുന്നത് രാജാക്കന്മാരും ഭരണാധിപന്മാരുമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാണയങ്ങളിൽ അവരുടെ ചിത്രങ്ങൾ അതിൽ കൊത്തിവെച്ചിട്ടുണ്ടാവും. അതാണ് നമുക്ക് ഈ നാണയം എടുത്ത് നോക്കിയാലും ആ നാണയത്ത് ആ രാജാവിൻ്റെയോ അന്നത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഫലത്തിൻ്റെ അല്ലെങ്കിൽ വൃക്ഷത്തിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം ആ നാണയങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 20-21 തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ചോദിക്കുന്നുണ്ട്, ഈ നാണയത്തിലെ ആരുടെ രൂപമാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സീസറിൻ്റേത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പറയാണ് സീസറിനുള്ളത് സീസറിനും എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ കാലത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രാജാക്കന്മാരുടെ ചിത്രങ്ങൾ നാണയങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന്. നമുക്ക് ഈ നാണയങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ദനാറ. AD 132 മുതൽ 135 വരെ കാലഘട്ടത്തിലാണ് ഈ ധനാറയുടെ ഉപയോഗം കാണുവാനായിട്ട് സാധിക്കുക. ദേവാലയ സംഗീത ഉപകരണങ്ങളുടെയും ഈന്തപ്പനയോല, മുന്തിരി എന്നിവയുടെ ചിത്രങ്ങളുള്ള ഈ നാണയത്തിൽ ഷീമോൻ എന്ന ലിഖിതവും കാണാം. മറുവശത്ത് ഈന്തപ്പന കൊണ്ടുള്ള ചെണ്ടും ജെറുസലേമിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു ലിഖിതവും ഈ ധനാറയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത നാണയമാണ് ജൂദയ ക്യാപ്റ്റ. ഇതിൽ റോമൻ ചക്രവർത്തി വെസ്പസായെ കുറിച്ച് ലിഖിതപ്പെടുത്തിയിരിക്കുന്ന ഈ നാണയത്തിന്റെ മറുവശത്ത് ഈന്തപ്പനയുടെ ശിഖരം പിടിച്ചു നിൽക്കുന്ന വെസ്പസായന്റെയും തലകുനിച്ചു നിൽക്കുന്ന യഹൂദന്റെയും ചിത്രമാണ് ഉള്ളത്. അടുത്ത നാണയമാണ് ഷെക്കൽ. ദേവാലയത്തിലെ വിശുദ്ധ പാത്രമായ മന്ന സൂക്ഷിക്കുന്ന സ്വർണ്ണക്കപ്പിന്റെ ചിത്രം ഒരു വശത്തും മാതള നാരങ്ങയുടെ രൂപം മറുവശത്തും കാണപ്പെടുന്ന ഈ നാണയങ്ങളിൽ സമരിറ്റൻ ഭാഷയിൽ ജെറുസലേം വിശുദ്ധ നഗരമാണ് എന്നും ലിഖിതപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത നാണയമാണ് ദിലേപ്റ്റൺ. ഷിമോൻ നാസി എന്ന വ്യക്തിയുടെ സ്മരണികയായ ഈ ചെമ്പു നാണയമാണത്. നാസി എന്ന പദത്തിന്റെ അർത്ഥം മുഖ്യൻ എന്നാണ്. ജെറുസലേമിന്റെ വിമോചനം എന്ന ലിഖിതവും മുന്തിരിയുടെ ഇലയും ഈ നാണയത്തിന്മേൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് കാൽ അല്ലെങ്കിൽ 4-1 ഷെക്കൽ. ഒരു വശത്ത് മുന്തിരിക്കുലയുടെയും മറുവശത്ത് ഷിമോന്റെയും ചിത്രങ്ങളോടുകൂടിയ ഈ നാണയത്തിൽ ജെറുസലേമിന്റെ വിമോചനം എന്ന് ലിഖിതപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത നാണയമാണ് ഷെക്കൽ അല്ലെങ്കിൽ ബാർ കോഗ്ബ. സാക്ഷ്യപേടകത്തിൻ്റെയും നിയമഗ്രന്ഥത്തിന്റെ 2 ചുരുളുകളുടെയും ചിത്രങ്ങൾ പതിപ്പിച്ചിരിക്കുന്ന വെള്ളി നാണയമാണിത്. മറുവശത്തുള്ള ഷീമോൻ എന്ന ലിഖിതം റോമക്കാർക്കെതിരെ വിപ്ലവം നയിച്ച മിശിഹായായി തന്നെ വിശേഷിപ്പിച്ച വീരനായകൻ ബാർ കോർബ സൺ ഓഫ് സ്റ്റാറിന്റെ പേരാണെന്ന് കരുതപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.